ഒരു സംവിധായകൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഫാസിലിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്? അതികാൽപ്പനികത, അതിവൈകാരികത, എന്തുവാ പരിമിതികൾ? ഒരുപാട് പരിമിതികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എന്നിലെ ഡയറക്ടറാണോ മിടുക്കൻ, എന്നിലെ സ്ക്രിപ്റ്റ് റൈറ്ററാണോ. ഇതൊന്നും എനിക്ക് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ എനിക്ക് എം ടി വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റ് കിട്ടണമായിരുന്നു. ആ കിട്ടിയിരുന്നെങ്കിൽ എന്നിലെ ഡയറക്ടറിൻ്റെ മാറ്റ് എനിക്ക് വരച്ച് നോക്കാൻ പറ്റുമായിരുന്നു. അപ്പം എനിക്ക് ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ പരിപൂർണ്ണനാണെന്ന് തോന്നിയിട്ടില്ല, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ പരിപൂർണ്ണനാണെന്ന് തോന്നിയിട്ടില്ല. ഒരു ജഡ്ജ്മെൻറ്റ് ചിലപ്പോൾ ഞാൻ ഭയങ്കര ഹിറ്റാവുമെന്നും പറഞ്ഞ് ഞാൻ ഓക്കെ ചെയ്യുന്ന ട്യൂണുകളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ എല്ലാത്തിലും എനിക്ക് പരിമിതികളുണ്ട്. മൊറാലിറ്റി എന്ന് പറയുന്നത് സിനിമയിലിപ്പം വളരെ നല്ലതാണ്. കാര്യം കുടുംബത്തിൽ പെണ്ണുങ്ങൾക്കൊക്കെ സുഖമായിട്ട് വരാം. സൂപ്പർ ഹിറ്റായ മണിച്ചിത്രത്താഴിലെ കഥ എഴുതിയ മധുമുട്ടത്തിന് പിന്നീട് ആ സിനിമ റീമേക്ക് ചെയ്തു മറ്റ് ഭാഷകളിലേക്ക്. എങ്കിലും അദ്ദേഹത്തിന് പിന്നീട് ഒരു ഉദ്ദേശിച്ച ഉയർച്ച ഉണ്ടായില്ല, താങ്കളുടെ ഒരു സഹായവും ഉണ്ടായി കണ്ടില്ല. എന്താണ് ആ ബന്ധത്തിന് സംഭവിച്ചത്? ഓരോരുത്തർക്കും ഓരോ കാലഘട്ടം കഴിയുമ്പം ഇത് വരുമല്ലോ. മധുമുട്ടം മലയാളത്തിലെ സംഭാവന എന്ന് പറയുന്നത് എൻ്റെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടിയാണ്. അത് മധുമുട്ടത്തിൻ്റെ മൂലകഥയാണ്. രണ്ടാമത് എന്നെന്നും കണ്ണേട്ടൻ്റെ, അത് മൂലകഥയാണ്. അപ്പോൾ ഈ മധുമുട്ടത്തിനോടുള്ള വാത്സല്യവും സ്നേഹവും, അത് ഒരുപാട് അറിവൊക്കെയുള്ളൊരു മനുഷ്യനാണ്. വാത്സല്യവും സ്നേഹവും ഒക്കെ കൊണ്ട് ഇങ്ങേരെ കൊണ്ട് തന്നെ തിരക്കഥാ സംഭാഷണം എന്നും പറഞ്ഞ് ഞാൻ ഇരുന്നിരുന്ന് വർഷങ്ങളെടുത്തിട്ടാണ് ആ സബ്ജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പപ്പയുടെ സ്വന്തം അപ്പൂസൊക്കെ എടുക്കുന്ന സമയത്ത് പോലും മണിച്ചിത്രത്താഴിൻ്റെ എലമെൻ്റ് അങ്ങനെ കിടപ്പുണ്ട്. അതിങ്ങനെ എടുത്തെടുത്ത് കൂട്ടിയാണ് പടം ചെയ്ത് ഇറക്കുന്നത്. പക്ഷെ മധുവിന് ഒരു അന്നും ഇന്നുമൊക്കെ ഒരു ഇഷ്ടപ്പെടാതൊരു വരി എഴുതാൻ പുള്ളിക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു പരിമിതികളുണ്ട്. പിന്നെ മെല്ലെ ആ ട്രാക്ക് അങ്ങ് രണ്ടായിപ്പോയി. നിങ്ങളുടെ വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ ട്രാക്കും രണ്ടായിപ്പോയി. അത് അതിൻ്റെ റീമേക്കിൽ നിന്നൊക്കെ ഉണ്ടായ പ്രോബ്ലംസാണ്. പ്രൊഡ്യൂസർ അപ്പച്ചനാണ്. താങ്കൾക്ക് വ്യക്തിപരമായിട്ട് ഈ സിനിമാ ലോകത്തുള്ള എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ താങ്കൾക്കുണ്ട്? എൻ്റെ ഒരു അന്ധവിശ്വാസമാണ് ഈ ചന്ദ്രകല. പല സിനിമകളുടെ അവസാനം ചന്ദ്രകല. അത് സത്യത്തിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉദയായിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ പറയും ഈ പൂജ്യത്തിൽ അവസാനിക്കുന്ന പടങ്ങൾ അവരുടേത് പൊട്ടിപ്പോയിട്ടുണ്ട്. മാമാങ്കം പൊട്ടിപ്പൊളിഞ്ഞു പോയി. പിന്നെ അടി വള്ളി തിരിച്ചടി എന്ന് പറഞ്ഞു താഴോട്ട് വന്ന് പറഞ്ഞു തന്നെ അത് തിരിച്ചടിയായിപ്പോയി എന്ന് പറഞ്ഞ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുമ്പോൾ അക്ഷരം മേളിലോട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ പടയോട്ടം എന്ന് പറയുന്ന പടവും വലിയ മെച്ചം ഉണ്ടാക്കിയില്ല. അപ്പം ഞാനും പോയി ഈറ്റില്ലം എന്ന് പറഞ്ഞ പടം എടുത്തു. അത് നാശമായിപ്പോയി. അപ്പം വേണ്ട, ഇനി പ്രൊഡ്യൂസർമാർ ആ കാരണം കൊണ്ട് അനുഭവിക്കണ്ട എന്നും പറഞ്ഞിട്ട് വന്ന ഒരു അന്ധവിശ്വാസം. നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല ദിവസം നോക്കുക, നല്ല സമയം നോക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം ലീവ് ഇറ്റ് ടു ഗോഡ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. അല്ല, പ്രത്യേക നമ്പറുള്ള ഹോട്ടൽ മുറിയിലെ താമസിക്കൂ എന്നൊക്കെ നിർബന്ധം താങ്കൾക്കുണ്ടായിരുന്നു നേരത്തെ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലായിരുന്നു. ഏതോ ഒരു കാലഘട്ടത്തിൽ 8 എന്ന് പറയുന്ന നമ്പറിനോട് പേടിയായിരുന്നു. പക്ഷേ പിന്നീട് ആലോചിക്കുമ്പം 8 എനിക്ക് ഭയങ്കരമായിട്ട് ഭാഗ്യം തന്നിട്ടുണ്ട്, 8 എനിക്ക് ഭയങ്കരമായിട്ട് മോശം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും കാര്യമില്ലെന്ന് പിന്നീട് മനസ്സിലായി. താങ്കളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമായിരുന്നു താങ്കളുടെയും സ്വർഗചിത്ര അപ്പച്ചൻ്റെയും ഒക്കെ വീട്ടിൽ ഒരിക്കൽ നടന്നത്. ഒരു സിനിമാ സംവിധായകൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണ്. അതിനെ താങ്കൾ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? അതിന് ആ റെയ്ഡ് നടന്ന സമയത്ത് ഞാനത് ഈസി ആയിട്ടായിരുന്നു. ഞാൻ ഒരു ടെൻഷനും ഇല്ലായിരുന്നു, ഒരു ടെൻഷനും എനിക്കില്ലായിരുന്നു. പക്ഷെ റെയ്ഡ് നടന്ന് കഴിഞ്ഞ് പിന്നീട് വിടുന്നത് തീരാതെ ഇങ്ങനെ പോകുമ്പം നമുക്ക് മനസ്സിൻ്റെ ഒരു സമാധാനം നഷ്ടപ്പെടുമായിരുന്നു. അടുത്ത കാലത്ത് താങ്കൾ നിർമ്മിച്ച 3 ചിത്രങ്ങൾ സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടൊരു മോശം അവസ്ഥയിലാണോ താങ്കളിപ്പോൾ? ഉണ്ട്. എനിക്ക് എൻ്റെ സാമ്പത്തിക അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. അത് കുട്ടിക്കാലം മുതൽ എന്നെ വേട്ടയാടുന്നിരണം. അത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതേപടി ഞാൻ മേലോട്ട് പോകും. അത് സമയമായതാണ് തോന്നുന്നത്. സാമ്പത്തികമായി മോശം ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറും. എനിക്ക് അതിനകത്ത് ഒരു ഡിപ്രഷനോ അങ്ങനെയുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല. അത് മണി ഡസൻറ്റ് മാറ്റർ ടു മീ. അത് വരും, പോകും. താങ്കൾ പല കാര്യങ്ങളും ഒരു ട്രെൻഡ് സെറ്ററായിട്ട് നിൽക്കുന്നു. താങ്കൾ എന്താ പറയുക, സ്വഭാവം കൊണ്ട് തന്നെ വളരെ റൊമാൻറ്റിക്കാണ്. ഇതൊക്കെ ഉണ്ടായ ഒരു യുവ സംവിധായകനായിട്ട് ഇത്രയും കാലം ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടും ഈ സിനിമയുടെ പ്രലോഭനങ്ങളിൽ താങ്കൾ എന്തുകൊണ്ടാണ് വീഴാത്തത്?
അല്ല, ഞാൻ സിനിമാക്കാരനാണെങ്കിലും സിനിമയുടെ ഉള്ളറകളിലേക്ക് ഞാൻ പോയിട്ടില്ല. അത് നിങ്ങൾ ബോധപൂർവം അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്, ബോധപൂർവ്വം മാറി നിൽക്കുകയാണ്. കാര്യം സിനിമയുടെ ഉള്ളറകളിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ അങ്ങനെ ഞാൻ എൻ്റെ അടുത്തേക്ക് വരാൻ ആരെയും അനുവദിച്ചിട്ടുമില്ല. ഇപ്പോൾ ഒരാൾ ഒരു ഹീറോയിനെ കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവന്ന ആൾക്ക് ബാഡ് ഇൻറ്റൻഷൻ ഉണ്ടോ? ഹീറോയിൻ്റെ പിന്നിൽ നിൽക്കുന്ന വേറെ ആർക്കെങ്കിലും ബാഡ് ഇൻറ്റൻഷൻ ഉണ്ടോ? അത് ഞാൻ വെട്ടിക്കളായി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഇങ്ങോട്ട് കയറ്റാറില്ല, അങ്ങനെയുള്ള വഴിയെ ഞാൻ പോകാറില്ല. സിനിമയുടെ വേറൊരു ലോകമുണ്ട്. പക്ഷെ അത് പണ്ടൊക്കെ, അതായത് 80s ഞാൻ വരുന്നതിന് മുമ്പ് അത് ഭയങ്കര വഷളായിരുന്നു. പക്ഷെ ഇപ്പം അത് വളരെ 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 മാറിയിട്ട് 80s മുമ്പുണ്ടായിരുന്ന സിനിമയ്ക്കുള്ളിലുണ്ടായിരുന്ന ക്രൈമിൻ്റെ ഒരു 20% ഇപ്പോഴുള്ളൂ. ഇപ്പോഴുള്ള എല്ലാ സംവിധായകരും, അതായത് 90% സംവിധായകരും അവർക്ക് അവരുടെ തൊഴിലിനോടുള്ള കൂറാണ് കൂടുതൽ. തൊഴിലിനെ മിസ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരില്ല. കുറച്ച് പേര്, വളരെ കുറച്ച് പേര് കാണും. അല്ലാതെ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത് സിനിമയിലിപ്പം വളരെ നല്ലതാണ്. കാര്യം കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്കൊക്കെ സുഖമായിട്ട് വരാം. ആ വിധത്തിലായിട്ടുണ്ട്. ഈ സിനിമാ താരങ്ങൾ ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടുകൂടാ എന്ന് തുടങ്ങിയ വിലക്കുകൾ ഗുണം ചെയ്യും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, ഇത് ഒരു പരീക്ഷണങ്ങളാണ്. സിനിമ കണ്ടിന്യൂസ് ആയിട്ട് പരിഭ്രാന്തി പിടിക്കുന്ന പ്രൊഡ്യൂസർ ഈ നിയമം കൊണ്ടുവരും. ഈ നിയമം കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് കാര്യമില്ലെന്ന് പറയുമ്പോൾ നിയമം മാറ്റും. അതിപ്പം അത് ഒരു പരിഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. അത് വസ്തുനിഷ്ഠമായിട്ട് ശരിയല്ലെന്ന് തോന്നി കഴിയുമ്പോൾ മാറ്റുകയും ചെയ്യും. പല തലത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള ഒരു കൈകടത്തലല്ലേ അതൊരു സംഘടന ചെയ്യുന്നത് ശരിയാണോ? ചിലപ്പോൾ അതൊക്കെ വേണ്ടി വരും. പക്ഷേ ഇപ്പം ഈ താരങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന വിലക്ക് തിരിച്ച് താരങ്ങൾക്ക് തന്നെ ബെനിഫിറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അവർക്ക് പണ്ടൊക്കെ അവർക്ക് പറയുന്ന കാശ് അവർ കൊടുക്കാറില്ലായിരുന്നു. ഇപ്പം അവർക്ക് കറക്റ്റായിട്ട് എം ടി വാസുദേവൻ നായരെ പോലെ ഒരാളുടെ സ്ക്രിപ്റ്റ് കിട്ടി, ഒരു സംവിധായകൻ എന്ന നിലയിൽ സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കണം, അതിനൊരു അവസരം കിട്ടിയില്ല എന്നൊരു വിഷമം താങ്കളുടെ മനസ്സിലുള്ളതുപോലെ തോന്നി. അത് ഹരിഹരന് കിട്ടി, ഹരികുമാറിന് കിട്ടി. എന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ എം ടിയുടെ ഒരു സിനിമ ചെയ്യാൻ കഴിയാത്തത്? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ സിനിമാക്കാരനാണെങ്കിലും ഞാൻ സിനിമയ്ക്ക് പുറത്താണ്. അപ്പം ഈ വണ്ടിയെടുത്ത് ഇടിച്ച് കയറി അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി എനിക്കൊരു കഥ എഴുതിത്താ എന്ന് ചോദിക്കുന്ന ഒരു സിനിമാ ശൈലിയാണ്. മോഹൻലാലുള്ള സ്ഥലത്ത് പോയിട്ട് മോഹൻലാലിൻ്റെ അടുത്ത് ഡേറ്റ് ചോദിക്കുന്നത് ഒരു സിനിമാ ശൈലിയാണ്. മമ്മൂട്ടിയുള്ള സ്ഥലത്ത് പോയി മമ്മൂട്ടിയുടെ അടുത്ത് ഡേറ്റ് ചോദിക്കുന്ന ഒരു സിനിമാ ശൈലിയാണ്. ഒരു പ്രൊഡ്യൂസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു പടം തയ്യാ എന്ന് പറയുന്ന ഒരു സിനിമാ ശൈലിയാണ്. ഞാൻ 26 വർഷമായിട്ട് അതങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് വാസൻ നായർ സാറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ പറ്റും. പല കാര്യങ്ങളിലും വ്യക്തിപരമായിട്ടുള്ള ഇൻഹിബിഷൻസ് താങ്കൾക്ക് ഇപ്പോഴും അല്ലേ? അത് സംഭവിക്കുമായിരുന്നെങ്കിൽ ഞാനേതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ വാസൻ നായർ സാർ വരും, നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സാറേ എനിക്ക് സാറിൻ്റെ സ്ക്രിപ്റ്റ് വേണമല്ലോ. അത് അങ്ങനെ വരുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പോഴും താങ്കളുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്ന ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? എനിക്ക് പിന്നെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുക. ആ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഥയുമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ ചോദിക്കും എന്താണ് കഥ? സാർ ഒരു ലവ് സ്റ്റോറിയാണ്. എന്താണ് കഥ? കുടുംബ സ്റ്റോറിയാണ്. സാർ എന്താണ്? കുറ്റാന്വേഷണമാണ്. ഇതൊന്നും അല്ലാത്തൊരു കഥ, ഞാൻ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാത്തൊരു കഥ. ആ കഥയുമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരാഗ്രഹമാണ്. ആ ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ കിടക്കുകയാണ്. അങ്ങനെ താങ്കളുടെ ആഗ്രഹത്തിനനുസരിച്ച കഥയുമായി ഒരാൾ എത്രയും വേഗം വരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു.